നമസ്കാരം. സാമുവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് പതിവ് പോലെ കടൽ തീരത്താണ്, പക്ഷേ ആലപ്പുഴ ജില്ലയിലെ ചെത്തിക്കടപ്പുറത്തല്ല, കാസർഗോഡിലെ കടൽ തീരത്തു നിന്നാണ് സംസാരിക്കുന്നത്. കാസർഗോഡും കടലും എന്ന് പറയുമ്പോഴത്തേനും മനസ്സിലേക്ക് ഒരു കോട്ട ഓടിയെത്തി കാണും. അതെ, ബേക്കൽ കോട്ട. ആ ചരിത്രപ്രസിദ്ധമായ കോട്ടയുടെ അടിത്തട്ടിലാണ്, അതായത് കടൽ തീരത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മളിപ്പോൾ കോട്ടയിലേക്ക് എത്തിച്ചേരേണ്ട പ്രധാന കവാടത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ മനോഹരമായിട്ട് പുതിയ പ്രവർത്തനങ്ങളൊക്കെ ഗവൺമെൻറ് ഭാഗത്ത് നടത്തി ചെറിയ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ഇതിൻ്റെ എൻട്രൻസ് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടയിലേക്കുള്ള വഴിയുടെ രണ്ട് സൈഡും നല്ല അടിപൊളി ഒരു മതിൽ തീർത്തിട്ടുണ്ട്. മതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ചെങ്കല്ല് കൊണ്ടാണ്. നമ്മളിപ്പോൾ കോട്ടയുടെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് നമുക്ക് പാസ് എടുത്തിട്ടാണ്. അതിനു മുമ്പായിട്ട് ഇവിടെ കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഒരാൾക്ക് 25 രൂപയാണ്, പക്ഷേ ഇപ്പോൾ നിലവിൽ 20 രൂപയേ ഉള്ളൂ. പക്ഷേ ടിക്കറ്റ് നമുക്ക് ഓൺലൈൻ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ഇവിടെ നിന്ന് നമുക്കിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓൺലൈൻ എടുത്തിട്ട് മാത്രം ഇവിടെ എത്തുക. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടാണെങ്കിലും ഓൺലൈൻ എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാതെ തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള, അതായത് ടിക്കറ്റ് എടുത്ത് കയറാതെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ആ ഒരു ഭാഗത്തു നിന്നുള്ള ഫോട്ടോസൊക്കെയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നേരെ കയറി ചെല്ലുമ്പോഴേക്കും ആദ്യവശം നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഒരു ആഞ്ജനേയ ക്ഷേത്രമാണ്. അപ്പോൾ ഈ കോട്ടയോടനുബന്ധിച്ച് പണ്ട് പണികഴിപ്പിച്ച ഒരു ക്ഷേത്രമാണിത്. ആ ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തൂടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്. നമ്മുടെ ഇപ്പോഴത്തെ ടിക്കറ്റ് കൗണ്ടറൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് അവിടെ നമ്മൾ കാണിച്ചു. ഇവിടെയും കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ആ ഗേറ്റ് തുറന്ന് നേരെ അകത്തേക്ക് കയറുക. അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് വിശാലമായ, നമ്മൾ ഏകദേശം ഈ ഒരു കോട്ട 35 ഏക്കറിൽ പരന്നു കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു വിശാലത നമുക്ക് കയറുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ കയറുമ്പോഴും ആദ്യം നമ്മുടെ കണ്ണിലേക്ക് പെടുന്നത് ഈ കാണുന്ന ഒരു ഗോപുരമാണ്. അതായത് നിരീക്ഷണ ഗോപുരം എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശം, ഈ 35 ഏക്കർ വരുന്ന കോട്ട മുഴുവനും നമുക്ക് നഗ്നനേത്രങ്ങളും കൊണ്ട് കാണാം. അതുകൂടാതെ വിശാലമായ കടലും ഈ കാസർഗോഡ് ജില്ലയുടെ കുറേ വിശാലമായ ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് ഉയരത്തിലാണ് ഈ ഒരു നിരീക്ഷണ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത്. കയറുന്ന ആരായാലും ആദ്യം നമ്മൾ ചെല്ലുന്നത് ഈ നിരീക്ഷണ ഗോപുരത്തിലേക്കാണ് ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് ഈ വഴി പോകണം ആ വഴി പോകണമെന്ന് ഒരു നിർദ്ദേശവും ഇവിടെ നമുക്ക് നൽകുന്നില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഒരു നിർദ്ദേശങ്ങളുടെ ചുണ്ടുപലകളൊന്നുമില്ല. അതുകൊണ്ട് ആരും വന്നാലും ആദ്യം കയറുന്നത് ഈ നിരീക്ഷണ ഗോപുരത്തിലേക്കാണ്. ഇതിന് സ്റ്റെപ്പുകളൊന്നുമില്ല. കാരണം പണ്ട് കാലത്ത് ഇതിലേക്ക് യുദ്ധോപകരണങ്ങൾ, പീരങ്കികളൊക്കെ കയറ്റുന്നതിന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പൊന്നുമില്ല. കയറുന്ന ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഇറങ്ങുന്നത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കയറി ഇതിൻ്റെ മുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രദേശം മുഴുവനായിട്ട് കാണാൻ പറ്റും. ഏകദേശം ഇപ്പോൾ നിലവിൽ ഈ കോട്ടയുടെ ഈ നിരീക്ഷണ ഗോപുരത്തിൻ്റെ ഹൈറ്റ് പറയുന്നത് 9 മീറ്ററാണ്. 9 മീറ്റർ എന്ന് പറയുന്നത് ഈ കോട്ട തന്നെ പണിതിരിക്കുന്നത് വലിയൊരു പാറയുടെ, മലയുടെ പുറത്തായിട്ടാണ്. നമുക്ക് ഏറ്റവും താഴെ ചെല്ലുമ്പോൾ അത് മനസ്സിലാകും. അപ്പോൾ ഏറ്റവും മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൂരെയായി കാണുന്ന ഒരു മതിൽ പോലെ ഉള്ളതാണ് നമ്മുടെ ഈ ബേക്കൽ കോട്ടയുടെ ഏറ്റവും പുറമേ ഉള്ളത്. ഏറ്റവും പുറമേ അതല്ല, അതിന് താഴെയായിട്ടും ഒരു ലെയർ കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് കാണുന്നത്. ഈ ഒരു മതിൽക്കെട്ടിന് ചേർന്ന് പുറത്തേക്ക് നമുക്ക് ഓരോ സംഭവങ്ങളെ പണിത് വെച്ചിരിക്കുന്നത് കാണാം. അതിന് പറയുന്നത് കൊത്തളങ്ങളെന്നാണ്. കൊത്തളങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് പുറകെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് കാണാം, നമ്മുടെ അറബിക്കടലാണ് ഈ കാണുന്നത്. ഏകദേശം ഈ കോട്ടയുടെ 3/4 ഭാഗവും അറബിക്കടലിനാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ കോട്ട ഇവിടെ പണിതുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് പണ്ട് ഈ രാജ്യങ്ങളിലെ പ്രധാന സഞ്ചാരമാർഗം കടലായിരുന്നു. അപ്പോൾ ശത്രുക്കൾ വരാനുള്ളത് കടൽ മാർഗമാണ്, അവരെ നിരീക്ഷിക്കുവാനും. അതുകൊണ്ടാണ് ഇത്ര ഉയരത്തിൽ തന്നെ ഇത് പണിതിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഈ നിരീക്ഷണ ഗോപുരത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നിരീക്ഷണ ഗോപുരത്തിന് നടുക്കായിട്ട് റൗണ്ടിൽ ഒരു സ്റ്റെപ്പ് പോലെ പണിതിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പണ്ട് ഇതിന് രാജ്യത്തിൻ്റെ കൊടിയൊക്കെ നാട്ടിയിരുന്നായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരീക്ഷണ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് കോട്ടയുടെ ഉള്ളിലേക്കുള്ള ആ വിശാലം, നമ്മൾ ആദ്യം നടന്നു വന്ന പ്രദേശമാണ് ഈ കാണുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തോരം ഉയരത്തിലാണ് ഈ നിരീക്ഷണ ഗോപുരം പണിതിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ നിന്നുള്ള പണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല ഗാർഡനൊക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ കോട്ടയിലെത്തുന്നത്. കുറച്ച് ഭാഗങ്ങളിൽ കുറച്ച് ചെടികളും പുൽത്തകിടിയൊക്കെ ഉണ്ട്, ബാക്കിയൊക്കെ എല്ലാം ഉണങ്ങിയിരിക്കുന്നു. ഒരു പക്ഷേ കോവിഡും കൊറോണയും കോട്ടയും ബാധിച്ചെന്ന് തോന്നുന്നു. തോന്നലല്ല, നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഇതെല്ലാം മൊത്തത്തിലൊന്ന് കണ്ടു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 35 ഏക്കർ സ്ഥലമുണ്ട്. അത് ആദ്യം ഒന്ന് നമ്മൾ മുകളിൽ നിന്ന് മൊത്തം ഒന്ന് നിരീക്ഷിച്ച് കണ്ടതിന് ശേഷം താഴെ ഇറങ്ങി വന്നു. ഇനി നമ്മൾ ആദ്യം പോകുന്നത്, ഈ കോട്ടയെക്കുറിച്ച് ഒന്നുകൂടെ ഞാൻ പറയാം. ഇത് ഏകദേശം ഒരു 4 സ്റ്റെപ്പായിട്ടാണ് പണിതിരിക്കുന്നത്. ഏറ്റവും ഹൈറ്റ് കൂടി ഇതാണ് ഈ നിരീക്ഷണ ഗോപുരം. അതിൻ്റെ താഴെയായിട്ട് ഒരു ലെവൽ, ഒരു നിർമ്മാണമുണ്ട്. നമ്മൾ ആ ദൂരെ കാണുന്ന ഒരു കെട്ടിടം കാണാം. ആ ഒരു ഹൈറ്റിൽ, ഇപ്പോൾ ഈ കാണുന്ന ഒരു ഹൈറ്റിൽ ഒരു 2 കൊത്തളങ്ങൾ പണിതിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. നമുക്ക് ഇവിടെ നടക്കാനൊക്കെ നല്ല മനസ്സിനൊരു സന്തോഷമാണ്. കാണാൻ ഭയങ്കര വിശാലതയാണ്. പ്രത്യേകിച്ച് കടലിൻ്റെ കാറ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഞാനൊരു 4 മണിയായി, പക്ഷെ കുറച്ചുകൂടെ നേരത്തെ എത്തേണ്ടതായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നില്ല 5 മണി വരെയാണ് സമയം. 1 മണിക്കൂർ കൊണ്ട് ഇത് മൊത്തം കണ്ടു തീർക്കാൻ പറ്റുമോ എന്ന് എനിക്കൊരു സംശയം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കൊത്തളത്തിലേക്ക് വന്നു. ഇവിടെ അതിൻ്റെ എൻട്രൻസ് അടച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് മെയിൻ്റനൻസ് പരിപാടി എന്തോ നടക്കുന്നു. കൊറോണയ്ക്ക് മുമ്പ് ചെയ്തതാണ്. കാരണം ആ ഇരുമ്പ് പൈപ്പൊക്കെ നന്നായിട്ട് തുരുമ്പടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാർ നമ്മൾ അതിലേക്ക് കയറുന്നില്ല. പക്ഷേ നമുക്ക് കയറാൻ പറ്റുന്ന കൊത്തളങ്ങൾ വേറെയുണ്ട്, അതിലേക്ക് പോകാം. അപ്പോൾ നടക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്വാസം എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നടന്നു വരികയാണ്. അപ്പോൾ ഈ കോട്ടയിൽ മൊത്തം നിരീക്ഷിച്ചപ്പോഴേക്ക് മേൽക്കൂരയുള്ള ഒരേ ഒരു നിർമ്മാണം ഇതാണ്. ഇത് എന്തിനു വേണ്ടിയാണ് ഉള്ളതെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. പ്രത്യേകിച്ച് ഇവിടെ ഒന്നും നമുക്ക് എഴുതിയൊന്നും വെച്ചിട്ടില്ല, പറഞ്ഞു തരാനും ആരുമില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിരുന്നുണ്ടെങ്കിൽ നമുക്കത് വായിച്ച് മനസ്സിലാക്കാമായിരുന്നു. എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ അങ്ങനത്തെ ഒരു സജ്ജീകരണം ഇവിടെ ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നേരെ ഇറങ്ങി ഇനി നമ്മൾ നടക്കുന്നത്, ഞാൻ ആദ്യം കാണിച്ച മതിൽക്കെട്ട് പോലെയുള്ള കോട്ടയുടെ പുറം മതിൽ, അതിനോട് ചേർത്ത് കൊത്തളങ്ങളൊക്കെ ഉണ്ടെന്ന് അവിടേക്കാണ് നടന്നത്. അങ്ങനെ നടന്ന് നമ്മൾ ആദ്യത്തെ ഒരു കൊത്തളത്തിൻ്റെ സൈഡിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ മതിൽക്കെട്ടുണ്ട് ഏകദേശം 6 അടി 7-8 അടിയോളം നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഒരു ഹൈറ്റ്. ഏകദേശം 8 അടി ഹൈറ്റ് ഉണ്ട്. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ മതിൽക്കെട്ടിന് മുകളിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിശാലമായ അറബിക്കടലാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കൊത്തളം എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഒരു അർത്ഥമല്ല, അതിൽ കൂടുതലായിട്ടുള്ള ഒരു വൃത്താകൃതിയിലാണ് ഇത് പണിതിരിക്കുന്നത്. നല്ല ഹൈറ്റിലാണ്. അപ്പോൾ നമ്മൾ മതിലോട് ചേർന്ന് നടന്നു വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ കൊത്തളങ്ങൾക്ക് ഉള്ളിൽ ആർച്ച് ഷേപ്പിൽ ഇങ്ങനെയുള്ള നിർമ്മാണങ്ങളുണ്ട്. അപ്പോൾ ഇതിലൂടെ കാവൽക്കാർക്ക് അറബിക്കടൽ വഴി വരുന്ന ശത്രുക്കളെയും അല്ലെങ്കിൽ മറ്റ് യാത്ര ചെയ്തു വരുന്നവരെയും നിരീക്ഷിക്കാൻ വേണ്ടിയാണ് കൊത്തളങ്ങൾ പണിതിരിക്കുന്നത്. അതിനുവേണ്ടി മാത്രമല്ല, യുദ്ധോപകരണങ്ങൾ ഇവിടെ വെക്കാം. ഇത് ഈ പീരങ്കിലൊക്കെ വെച്ച് വരുന്ന ശത്രുക്കളെയൊക്കെ വെടിവെച്ചിടാനായിട്ടുള്ള ഒരു ഏരിയയാണിത്. ഈ പൈപ്പൊക്കെ അതിന് ശേഷം നിർമ്മിച്ചാണ്, കാരണം വരുന്നവർ വെള്ളത്തിലേക്ക് വിടാതിരിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തോരം ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നതെന്ന്. നമ്മൾ ഏറ്റവും താഴെ നിന്ന് ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ കോട്ട എങ്ങനെയുണ്ടാവും, നമ്മൾ ഇവിടെ നിൽക്കുന്നത് താഴെ നിന്നുള്ള വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ആദ്യത്തെ കൊത്തളം നമ്മളിങ്ങനെ നല്ല വിശദമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ചെറിയ ഹോളുകളൊക്കെ ഉണ്ട്. അത് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അത് ഉണ്ടായതല്ല, ഇതിൻ്റെ നിർമ്മാണ കാലത്ത് തന്നെ നിർമ്മിച്ചിട്ടുള്ള ഹോളുകളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെയല്ല, ചരിഞ്ഞാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് നോക്കിയാൽ പുറത്തെ കാഴ്ചകൾ കാണാം. പക്ഷേ പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സൈനികരോ കാവൽക്കാരോ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് ചെയ്താൽ പോലും പുറത്തുള്ളവർക്ക് ഇത് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ നിൽക്കുന്നവർക്ക് വ്യക്തമായി പുറത്തെ കാഴ്ചകൾ കാണാവുന്ന രീതിയിലാണ് ഈ കൊത്തളത്തിലെ അല്ലെങ്കിൽ ഈ മതിൽക്കെട്ടിലെ ഈ ഹോളുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കൊത്തളത്തിലെ വിശേഷങ്ങൾ കഴിഞ്ഞു. നമ്മൾ ഇനി ഈ മതിൽക്കെട്ടിൻ്റെ സൈഡിലൂടെ നടക്കുകയാണ്. ഈ മതിൽക്കെട്ട് തന്നെ നല്ല വീതിയിലാണ് പണിതിരിക്കുന്നത് കേട്ടോ. പുറത്തുനിന്ന് ഒരു ശത്രുക്കൾ വന്ന് ആക്രമിച്ചാലൊന്നും ഈ മതിലിനെ, അന്നത്തുള്ള യുദ്ധോപകരണങ്ങളോട് ആക്രമിച്ചാലൊന്നും ഈ മതിലിനെ തകർക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് പണിതിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത്രയോ വർഷം കഴിഞ്ഞിട്ടും ഇതിൻ്റെ ചെങ്കല്ലുകൾക്ക് പ്ലാസ്റ്ററിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോഴും യാതൊരു കേടുപാടും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാഴ്ച. അപ്പോൾ അടുത്ത കൊത്തളത്തിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 35 ഏക്കർ എന്ന് പറയുമ്പോഴേക്കും അത് അതിൻ്റെ ചുറ്റളവ് നടന്നു തീർക്കാനായിട്ട് ഒരുപാട് സമയം വേണം. നമ്മൾ ഇത്തിരി സ്പീഡാണ് പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞു 4 മണിക്കായി എത്തി, ഇനി 5 മണി വരെ ഉള്ളൂ. അപ്പോൾ അടുത്ത കൊത്തളത്തിലേക്ക് കയറി വീണ്ടും നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴേക്ക് എല്ലാം കാണുന്നത് അറബിക്കടലാണ്. ഇനി മറ്റൊരു കാര്യം, ഈ ഒരു കോട്ട പണിതിരിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു പാറയുടെ പുറത്താണ്. അതുകൊണ്ട് തന്നെ എത്ര കടലാക്രമണം വന്നാലും ഇത് തകർക്കാൻ പറ്റത്തില്ല. നമ്മൾ താഴെ ചെല്ലുമ്പോഴേക്ക് നമുക്ക് മനസ്സിലാകും. പിന്നെ ഈ ഓരോ കൊത്തളങ്ങളും ഹൈറ്റിൽ ചെയ്തിരിക്കുന്നത് ഫുള്ള് ചെങ്കല്ല് കൊണ്ട് തന്നെ. ആ ചെങ്കല്ലിൻ്റെ പവർ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഈ മഴയും വെയിലും
കാറ്റും എല്ലാം കൊണ്ടിട്ട് യാതൊരു തേയ്മാനവും ഇല്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കടലിലേക്ക് നോക്കുമ്പോൾ കാണാം ഒരുപാട് പാറകളുണ്ട്. അതുകൊണ്ട് തന്നെ കടലാക്രമണം ഈ കോട്ടയെ ബാധിക്കത്തില്ല. പ്രകൃതിദത്തമായി തന്നെ ഈ കോട്ട നമ്മുടെ അറബിക്കടലിനാൽ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സമുദ്രമാർഗം എങ്ങനെ വന്നാലും ഈ കോട്ടയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ശത്രുക്കൾക്കും ഈ ഒരു മേഖലയിലേക്ക് കയറാനായിട്ട് പറ്റത്തില്ല. ഇനി നമ്മൾ ഈ കൊത്തളത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത കൊത്തളത്തിലേക്ക് ഈ മതിലിൻ്റെ സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മതിലിനെ കുറിച്ച് പറയുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ബലത്തെക്കുറിച്ച് പറയണം. ഏകദേശം നിങ്ങൾക്കിപ്പോൾ കാണാം, ഏകദേശം ഒരു 4 അടി കനത്തിലാണ് ഇത് പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള യുദ്ധോപകരണങ്ങൾ കൊണ്ടുള്ള ആക്രമണങ്ങളാണ് പോലും തടഞ്ഞു നിർത്താൻ പറ്റുന്ന തരത്തിലാണ് അന്നത്തെ കാലത്തെ ഈ നിർമ്മാണം ചെയ്തിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഒരാൾ നടന്നുകൊണ്ട് ഇവിടെ കൂടെ പോയാലും പുറത്തുനിന്ന് ആർക്കും കാണാൻ പറ്റത്തില്ല. നമ്മൾ ഈ വഴിയിൽ അടുത്ത കൊത്തളത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ മതിലുകൾക്ക് ഹോളുകളുണ്ട്. ഈ ഹോളുകൾ നേരത്തെ പറഞ്ഞ പോലെ ചരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാം, ഇവിടെ ഒരു ഹോളിൽ നിന്ന് അത് 2ആയിട്ട് പോയിരിക്കുകയാണ്. 2 ദിശയിലുള്ള കാഴ്ചകൾ ഇവിടെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും കപ്പലുകളുടെയോ ബോട്ടുകളുടെയോ മൂവ്മെൻറ്റ്സ് കാണാം. അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾക്ക് യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇവിടെ വേണ്ട അധികാരികൾക്ക് നൽകാവുന്ന രീതിയിലാണ് ഈ മതിൽ പോലും നിർമ്മിച്ചിരിക്കുന്നത്. ഇനി മതിൽ നമ്മൾ നടന്നു പോകുന്നത് കാണാം. ഈ മതിലിനോട് ചേർന്ന് അതിൻ്റെ ഒരു പാത നിർമ്മിച്ചിരിക്കുന്നതും ചെങ്കല്ലുകൾ കൊണ്ട് തന്നെയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് ചെങ്കല്ലുകൾ കൊണ്ട് തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ അടുത്തൊരു കൊത്തളത്തിലേക്ക് കയറുകയാണ്. ഇവിടെയും നമുക്ക് കാണാം ഈ ഒരു കൊത്തളം അല്പം കൂടെ ഹൈറ്റ് കൂട്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ സ്റ്റെപ്പില്ല. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ പീരങ്കികൾ അതുപോലെയുള്ള യുദ്ധോപകരണങ്ങൾ അനായാസം വലിച്ച് മേളിൽ കയറ്റാവുന്ന രീതിയിലാണ് ഇവിടുത്തെയും കൊത്തളത്തിൻ്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏകദേശം തെക്ക് കിഴക്കായിട്ട് വരുന്ന ഒരു ദിശയിലാണ്. ഈ കോട്ടയുടെ തെക്ക് കിഴക്കായിട്ട് വരുന്ന ദിശയിലാണ്. ഇവിടെയും നമ്മൾ കാണാം അറബിക്കടലാണ് ഈ ദിശയിൽ നോക്കുമ്പോഴേക്കും കാണുന്നത്. അപ്പോൾ ഇവിടെ മുതലിങ്ങനെ ഫുള്ള് പടിഞ്ഞാറ് വന്ന് കറങ്ങി ഫുള്ളും അറബിക്കടലാണ്. ഇതിന് ശേഷം വരുന്ന കൊത്തളം കരയ്ക്ക് അഭിമുഖമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കൊത്തളത്തിൽ നിന്ന് തൽക്കാലം ഇറങ്ങി അടുത്ത ഒരു ദിശയിലേക്ക് നടക്കുകയാണ്. ഇവിടെ നിന്ന് കാണുന്നത് അറബിക്കടലാണ്. നിങ്ങൾക്ക് ദൂരെ കാണാം കടലിൻ്റെ അരികത്ത് വള്ളങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത കൊത്തളത്തിലേക്ക് നടന്നു നീങ്ങാം. ഇനി നമ്മൾ ചെല്ലുന്ന കൊത്തളവും അടച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു മെയിൻ്റനൻസ് പരിപാടി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കൊത്തളത്തിൻ്റെ സൈഡ് പൊളിച്ചതാണ് നമ്മൾ ഈ താഴെ കാണുന്ന ചെങ്കല്ലുകൾ. കണ്ടോ, ഇതിൻ്റെ അടിവശം പോലും ചെങ്കല്ലുകൾ അടുക്കിയാണ് വെച്ച് ഇത് ഈ ഹൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തോരം ചെങ്കല്ലുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് പ്രത്യേക രീതിയിൽ അടുക്കിയാണ്. നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് അത് പണിതിരിക്കുന്നത്. അതിൻ്റെ ഒരു മെയിൻ്റനൻസ് വർക്കായിട്ട് എനിക്കൊന്ന് അതിൻ്റെ സൈഡിൽ പുറത്ത് വശത്തെന്തോ മെയിൻ്റനൻസ് പണി ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചിട്ടുള്ളതായിരിക്കാം. അതേപോലെ തന്നെ ഈ കൊറോണയ്ക്ക് മുമ്പായിട്ട് ഇവിടെ ലൈറ്റ് കുറേ സെറ്റ് ചെയ്തു. അത് പല നിറത്തിലുള്ളത്. ഇതിൻ്റെ രാത്രി കാലങ്ങളിൻ്റെ ഭംഗി കൂട്ടത്തിലേക്ക്. പക്ഷേ അത് അധികം നാളും പ്രവർത്തിക്കുന്ന മുമ്പ് തന്നെ കൊറോണ വന്ന് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 5 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും. അപ്പോൾ ലൈറ്റിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കരയോ ഭാഗത്തുള്ള കൊത്തളത്തിലാണ്. ഏകദേശം ഒരു 3 കൊത്തളങ്ങൾ ആണ് കരഭാഗം നിരീക്ഷിക്കാനായിട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കരഭാഗങ്ങൾ വ്യക്തമായിട്ട് കാണാം. ഇവിടെ നമ്മളധികം സമയം ചെലവഴിക്കുന്നില്ല, നേരെ ഇറങ്ങി നടക്കുകയാണ്. ഇവിടെ വിശാലമായ ഒരു പുൽത്തകിടി കാണുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗത്തെല്ലാം ഉണങ്ങി നിൽക്കുവാണ്. എനിക്കൊന്ന് കൊറോണ പ്രമാണിച്ച് മെയിൻ്റനൻസ് നടക്കുകയായിരിക്കാം. അപ്പോൾ ഇത് കൊറോണയെ കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ ഭംഗിയായി ഗാർഡനൊക്കെ ചെയ്ത് വളരെ സെറ്റപ്പ് ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പകുതി ഭാഗം മാത്രമേ, അതായത് നമ്മൾ കയറിയ എൻട്രൻസിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ആദ്യം കയറിയപ്പോൾ ഒരു ആഞ്ജനേയ ക്ഷേത്രം ഞാൻ കാണിച്ചു, അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ നടന്ന് അടുത്തൊരു ദിശയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് പുറം വശത്തുള്ള, അതായത് ഞാൻ ആദ്യം ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ താഴെ നിങ്ങൾ കണ്ടത്. അവിടെ നമുക്ക് ടിക്കറ്റ് ഇല്ലാതെ കയറുന്ന പ്രദേശങ്ങളാണ്. ഇത് ഞാൻ അകത്തുനിന്ന് എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി നമ്മൾ അടുത്ത ഏരിയയിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഇപ്പോൾ ഏകദേശം വടക്ക് വശത്തായിട്ടാണ് ഞങ്ങളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വടക്ക് ദേശത്തൂടെ പടിഞ്ഞാട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി പടിഞ്ഞാട്ട് നടക്കുമ്പോഴേക്കും നമുക്കൊരു 3 കെട്ടിടങ്ങൾ കാണാം. അത് ആ ഒരു കാലഘട്ടത്ത്, ചുവപ്പ നായ്ക്കരുടെ കാലഘട്ടത്ത് നിർമ്മിച്ചതല്ല. അത് ഒരു 10-20 വർഷത്തിനുള്ളിൽ നിർമ്മിച്ചതാകാനാണ് സാധ്യത. ദൂരെ നിന്ന് നോക്കിയപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ അതെന്താണെന്നറിയാനായിട്ട് അടുത്ത് ചെന്നു.
അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് മൊത്തം പൊളിഞ്ഞ് കിടക്കുന്ന ഒരു കാഴ്ചയാണ്, മൊത്തം തകർന്നു കിടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ശിവപ്പ നായക്കരോ അല്ലെങ്കിൽ ആ പൂർവീകരോ നിർമ്മിച്ചതല്ല. കാരണം അവർ നിർമ്മിച്ചതൊന്നും തന്നെ ഇവിടെ പൊളിഞ്ഞു കിടപ്പില്ല. ഇത് കഴിഞ്ഞിടക്ക് ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽപ്പെടുത്തി ഏതോ കോൺട്രാക്ടർമാർ കമ്മീഷൻ അടിച്ച് ഉണ്ടാക്കിയതാകാനാണ് സാധ്യത. അതവിടെ കിടക്കട്ടെ. വീണ്ടും നമ്മൾ പടിഞ്ഞാറ് അറ്റത്തുള്ള ഒരു കൊത്തളത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് കാണുന്നതും അറബിക്കടൽ തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങി അധികം സമയം കഴിയുന്നില്ല. കാരണം ഈ കോട്ടയുടെ നമ്മളെ അതിശയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ താഴെയുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ താഴേക്ക് ഇറങ്ങാനുള്ള വഴിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ നമുക്ക് ആ വഴിക്ക് പോവാം. പക്ഷേ ഇവിടെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ എങ്ങും ഒന്നും എഴുതി വച്ചിട്ടില്ല എന്നത് ഒരു വിഷമമുള്ള കാര്യമാണ്. ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് നമുക്കുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ്. ഇതിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും തന്നെ എഴുതി വച്ചിട്ടില്ല. നമുക്ക് ഈ വഴിയിലൂടെ നേരെ താഴേക്ക്, അതായത് കടൽ തീരത്തേക്ക് ഇറങ്ങാം. ഇത് വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കൊറോണ കാലത്തും ഇവിടെ അത്യാവശ്യം മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് പാലിച്ച് പോരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇത്ര ഒരു ഭംഗി നമുക്ക് മുകളിൽ ഫീൽ ചെയ്യാൻ പറ്റില്ല. ഇത് ഈ ഒരു നടപ്പാത നേരെ താഴേക്കാണുള്ളത്. ഈ ഒരു നടപ്പാത നമ്മൾ ആദ്യം കണ്ട തെക്കേറ്റത്തുള്ള കടൽ തീരത്തുള്ള ആ കൊത്തളത്തിലേക്ക് ഉള്ളതാണ് കേട്ടോ. നമ്മൾ തൽക്കാലം ആ വഴിക്ക് പോകുന്നില്ല. നേരെ ഇവിടുന്ന് തിരിഞ്ഞ് താഴേക്ക് തന്നെ ഇറങ്ങി കടൽ തീരത്തുള്ള ആ പാറയുടെ മേളിൽ ഒരു നിർമ്മാണമുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കാണുന്നത് ഇതൊരു വലിയ പാറയാണ്. ഈ പാറയുടെ മുകളിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് നടന്നു ചെല്ലാം. ഇപ്പോൾ നടന്ന് ഞാൻ ആ കടൽ തീരത്ത് എത്തി. അപ്പോൾ ഇവിടെ നിന്നും നോക്കുമ്പോഴേക്കും വളരെ ഭംഗിയുണ്ട്. പാറക്കെട്ടാണ് മൊത്തം. ഈ പാറക്കെട്ടിൻ്റെ മീതെയാണ് ഈ ഒരു ചെറിയ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കടൽ തീരത്ത് നിന്ന് നമ്മൾ കോട്ടയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു ദൃശ്യം ഇങ്ങനെയാണ്. ഒരു വലിയൊരു വമ്പൻ മതിൽ പോലെ തോന്നാം. നമ്മൾ മുകളിൽ നിന്ന് കണ്ടപ്പോഴേക്കും ഈ കടലുകളാണ് കണ്ടത്. നമ്മൾ മുകളിൽ നിന്ന് നോക്കിയപ്പോഴേക്കും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗം, അതായത് ഈ ഒരു ഭാഗം നമ്മൾ കണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴേക്കും നമ്മുടെ കോട്ട കാണുന്നത് ഈ ഒരു ദൃശ്യത്തിലാണ്. അപ്പോൾ കടലിൽ നോക്കുമ്പോഴും ഇങ്ങനെ കാണത്തുള്ളൂ. നമുക്കപ്പോൾ ഈ ഒരു കോട്ടയിൽ നിന്നും അടുത്ത കയറി നടക്കാനായിട്ട് നമ്മൾ കിഴക്കോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു ദൃശ്യം ഇങ്ങനെയാണ്. വീണ്ടും ഞാൻ ആ ഒരു വഴിയിലൂടെ അടുത്ത ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് കോട്ടയുടെ ഏറ്റവും പുറത്തുള്ള ഒരു നടപ്പാത എന്ന് വേണേൽ പറയാം. ഒരുപക്ഷെ ഈ ഒരു നടപ്പാത ഈ കോട്ടയ്ക്ക് കാവൽ നൽകുന്ന സൈനികർക്ക് നടക്കാനുള്ളതായിരിക്കാം. ഇപ്പോൾ നമ്മൾ ഈ കടൽ തീരത്താണ്. നമ്മളിപ്പോൾ ദൂരെയായിട്ട് കാണുന്ന ആൾക്കാർ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. അവിടെയാണ് നമ്മൾ കുറച്ച് മുമ്പ് നിന്ന് ഈ കോട്ടയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ നമ്മൾ നടന്ന് നീങ്ങിയതാണ്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് നടക്കേണ്ട ഒരു സമയമായി. ഏകദേശം 5 മണിയാകാറാകുന്നു. നിർദ്ദേശങ്ങളൊക്കെ വരുന്നുണ്ട് തിരിച്ചെത്തേണ്ടതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് നടക്കാം. ഇനി നമ്മൾ തിരിച്ച് നടന്ന് മുകളിൽ കയറിയിട്ട് വേണം, നമ്മൾ ആദ്യം കയറിയ എൻട്രൻസിലൂടെ വേണം പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നീങ്ങാം. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നമ്മുടെ ഈ ബേക്കൽ കോട്ട കാണാതെ ഈ ഭൂമിയോട് യാത്ര പറയരുത്. കാരണം അത്രയ്ക്ക് മനോഹരമാണ്. അത്രയ്ക്ക് അറിയാനുള്ള ഒരുപാട് കാര്യങ്ങൾ, നമുക്കിവിടെ അനുഭവിച്ചറിയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കോട്ടയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ബേക്കൽ കോട്ടയിലെത്തണം. ഒരുപക്ഷെ ഇത് പറയുന്ന മുമ്പ് ഒരുപാട് പേര് ഈ കോട്ട കണ്ടിട്ടുള്ളവരായിരിക്കാം. ഇതുവരെയും വരാത്തവർ തീർച്ചയായിട്ടും ഈ കോട്ടയിലേക്ക് എത്തുക. ഇല്ലെങ്കിൽ തീരാ നഷ്ടം തന്നെയാണ്. ഒരു അവസരം കിട്ടുമ്പോഴേക്കും ഇനിയുള്ള ട്രിപ്പ് ഇങ്ങോട്ടാക്കുക. അപ്പോൾ നമുക്ക് തിരിച്ച് കോട്ടയുടെ മുകളിലേക്ക് കയറാം. നൽകുന്ന നിർദ്ദേശമനുസരിച്ച് ഏറ്റവും താഴെയുന്ന ആൾക്കാരൊക്കെ എല്ലാം കയറിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കും തിരിച്ച് നടക്കാം. അപ്പോൾ തിരിച്ച് നടന്നു വരുന്ന വഴിക്കാണ് മറ്റൊരു കാഴ്ച ഇവിടെ കണ്ടത്. ഇവിടെ മനോഹരമായൊരു കുളം, ഭയങ്കര ആഴത്തിലൊരു കുളം നിർമ്മിച്ചിട്ടുണ്ട്. കുഴഞ്ഞതുകൊണ്ട് നാക്കുളുക്കുന്നു. അപ്പോൾ ഈ കുളം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് അതും ചെങ്കല്ല് കൊണ്ട് തന്നെയാണ്. താഴേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുണ്ട്. പക്ഷേ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. കാരണം അവിടെ ഗേറ്റ് അടക്കും. അതുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ ഇവിടെ ഇറങ്ങരുതെന്നോ യാതൊരു നിർദ്ദേശവും ഇവിടെ എഴുതി പോലും വെച്ചിട്ടില്ല. ആരും നോക്കാനുമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇറങ്ങുന്നില്ല. ഇറങ്ങിയേനും പക്ഷേ സാഹചര്യം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല. മുകളിൽ നിന്നുള്ള ഈ ഒരു വിഷ്വൽസ് എടുത്തിട്ട് താഴെ ആ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നേരെ നമ്മൾ നടന്നു നീങ്ങിയാണ്. അപ്പോൾ നമ്മൾക്ക് സമയം കഴിഞ്ഞു പോയത് കൊണ്ട് ഇതിൻ്റെ അടിയിലൊരു തുരങ്കമുണ്ട്. കടലിലേക്ക് എത്തിച്ചേരുന്ന ഒരു തുരങ്കമുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ട് അവിടെയൊന്നും എത്തിപ്പെടാൻ പറ്റിയില്ല.
അത് വളരെ നഷ്ടമായ ഒരു നഷ്ടബോധത്തോടെയാണ് ഇപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കയറിയ എൻട്രൻസിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഗേറ്റൊക്കെ ഇവിടെ ഓൾറെഡി അടച്ചിട്ടിരിക്കുന്നു. ഓക്കെ, തുറന്നിട്ടുണ്ട്, ഭാഗ്യം. നമ്മളപ്പോൾ ഇതുവഴി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റാഫൊക്കെ എല്ലാവരും തന്നെ മാറിയിട്ടുണ്ട്. 2 പേര് ഇവിടെയൊക്കെ ഇട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ബേക്കൽ കോട്ട കണ്ടു കഴിഞ്ഞു. നമുക്ക് പുറത്തേക്ക് പോവാം. ബേക്കൽ കോട്ട കണ്ട് അനുഭവിച്ചറിഞ്ഞ കുറച്ച് നല്ല ഓർമ്മകളും അതുപോലെ തന്നെ കുറച്ച് നല്ല വിഷ്വൽസുമായിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവരെയും ബേക്കൽ കോട്ടയിൽ എത്താത്തവർ എത്തുക, കാണുക, അനുഭവിച്ചറിയുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. താങ്ക് യു.